അപകടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ദുരന്ത നിവാരണ സമിതി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഇതുമായി ബന്ധപ്പെട്ട അപകടം, അതിന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? നമ്മൾക്കറിയാവുന്നത് ഇപ്പോൾ അവര് ഈ മണ്ണ് മാറ്റി റോഡ് കുറച്ചും കൂടി തെളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വീണതിന്റെ നടുക്കുള്ള ഭാഗത്തിനടുത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് അവരിനി മറ്റ് പരിശോധനകൾക്കായി സംവിധാനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. നമ്മൾ GPR ഉപയോഗിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അവര് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ GPR ഉപയോഗിച്ച് പരിശോധന നടത്തണം എന്ന് അദ്ദേഹം നൽകിയ കത്തിൽ അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ അവർ ചില നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഇനി ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട് അവര് ഈ ലോറി കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച്. ചെറിയ നേവിയുടെ ഡൈവർമാർ ഗംഗാവലി പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ അർജുന ഓടിച്ചിരുന്ന ലോറി ഇല്ല എന്ന കാര്യം, നദിയുടെ അടിത്തട്ടിൽ ഇല്ല എന്ന കാര്യം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. അത് ഒരു പ്രത്യേക പ്രദേശത്ത് അത് കണ്ടെത്തിയിട്ടില്ല. അവിടെ ഉണ്ടോ എന്നൊരു സസ്പീഷൻ മുൻപ് NDRFന്റെ മുങ്ങൽ വിദഗ്ധർ പറഞ്ഞിരുന്നു. അത് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടാണ് നേവി അവിടെ ഇറങ്ങി പരിശോധിച്ചത്. ആ പരിശോധനയിൽ അങ്ങനെ ഒന്ന് അവിടെ ഇല്ല എന്നാണ് അവർക്ക് മനസ്സിലായത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുഴയിൽ ആ ഭാഗത്തില്ല എന്നതിന്റെ തെളിവാണ്. ഓക്കെ സർ, ഇപ്പോൾ ഈ സമയം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മണിക്കൂറുകൾ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഈ മെറ്റൽ ഡിറ്റക്ടറുകൾ കൊണ്ടുവന്നുള്ള തിരച്ചിൽ ഇനി നടത്തുമെന്നും ഈ കർണാടകയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ചിത്രദുർഗയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ഒക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇനിയും ഒരുപാട് സമയമെടുക്കില്ലേ? അതെ, ഈ നമ്മൾക്കിവിടെ ക്ഷമ മാത്രമേ ഉള്ളൂ. അതിന് മറ്റ് പരിഹാര മാർഗങ്ങളൊന്നും ഇല്ല. മനുഷ്യന്റെ എന്താ പറയുന്ന ക്ഷമയും എൻഡ്യൂറൻസും അവന് ആ വിഷയത്തെ അതിജീവിക്കാനുള്ള ശേഷിയും ക്ഷമയോടുകൂടി ആ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ശേഷിയും മാത്രമേ നമ്മൾക്ക് റിസൾട്ടുകൾ തരികയുള്ളൂ. അവിടെ വളരെ സാവധാനം മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾക്ക് അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവരുടെ ആ വേഗത എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ 5 or 6 JCBകൾ ആ ഒരു ഇടുങ്ങിയ പ്രദേശത്ത് ആ പുതഞ്ഞു പോകാവുന്ന മണ്ണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഇഞ്ചിഞ്ചായി ഈ കാര്യത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾക്ക് ക്ഷമിക്കുക എന്നത് മാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ. നിരന്തരം അവരുമായി ബന്ധപ്പെടുക, നമ്മളുടെ ഈ ഒരു ആവശ്യകത അവരുടെ മുന്നിൽ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. അവരത് ഉൾക്കൊണ്ടിട്ടുമുണ്ട്. തീർച്ചയായും. കാരണം രാവിലെ മുതൽ ഒരു പ്രതികൂല കാലാവസ്ഥയാണ്, അത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ ഭീകരമായ മഴ നിലനിൽക്കുന്നുണ്ട്. സർ, ഇപ്പോൾ ഈ സമയവും ഇരുട്ടി വരികയാണല്ലോ, അപ്പോൾ രക്ഷാപ്രവർത്തനത്തെ ഇത് കൂടുതൽ ബാധിക്കില്ലേ? ഇത് ഇനി നിർത്തിവെച്ച് നാളെ പുനരാരംഭിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയൊരു നീക്കം നടക്കുക? നമ്മൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ മണ്ണ് മാറ്റുന്നതിന് നമ്മൾക്ക് അക്കാലൈറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ NDRFന്റെ ഒക്കെ കയ്യിലുണ്ട്. അവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കയ്യിലും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ന്യായമായും അവര് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടാകും. അപ്പോ മണ്ണ് മാറ്റുന്നതിന് ലൈറ്റ് ഒരു തടസ്സമാകുമെന്ന് തോന്നുന്നില്ല. ലൈറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ അവർക്ക് സാധിക്കും. അത് പരിശോധിക്കട്ടെ. അവിടുത്തെ സാഹചര്യം മഴയുടേതാണ്. ഇന്ന് ഒക്കെ വൈകിട്ടും വടക്കോട്ട് നല്ല മഴയായിരിക്കും. അപ്പോൾ കേരളത്തിന്റെ തന്നെ വടക്കൻ ഭാഗങ്ങളിൽ മഴയാണ്. അതിനപ്പുറത്തേക്ക് മഴയുടെ തീവ്രത കൂടുതലുമായിരിക്കും. അപ്പൊ ആ സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെയും ജീവന്റെയും ഒരു ഘടകവും കൂടി നമ്മൾ നോക്കണമല്ലോ. തീർച്ചയായും. സർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ നിലവിലെ തിരച്ചിൽ നടക്കുന്നത് കുടുംബം പറയുന്ന ആ GPS ലൊക്കേഷൻ കിട്ടുന്ന ആ ഭാഗങ്ങളിലാണോ, അതോ അതിനും അപ്പുറത്തേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾക്ക് ഈ GPS ലൊക്കേഷന് എങ്ങനെ പോയാലും ഒരു 10-20 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്, എററുണ്ട്. നമ്മളുടെ ഫോൺ GPS എടുത്ത് ഉപയോഗിച്ചാൽ, ഫോൺ GPS എന്ന് പറയുന്നത് GSM നമ്മുടെ സിം കാർഡ് വഴിയുള്ള GPS സംവിധാനങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ ഞങ്ങളൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള GPS, മില്ലിമീറ്റർ ആക്യുറസിയുള്ള GPSകൾ നമ്മൾക്ക് വേറെ ഉണ്ട്, അത് ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ ഇത്തരം വാഹനങ്ങളിലുള്ള GPSകളൊക്കെ ഒരു ബേസിക്
നമ്മൾക്ക് ഒരു ആക്യുറസിയോടുകൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള GPS-കളാണ്. അപ്പൊ അതിൽ നിന്ന് ലഭിക്കുന്ന ലൊക്കേഷനെ മാത്രം കേന്ദ്രീകരിച്ചല്ല നമ്മൾ ഇത്തരം അന്വേഷണങ്ങൾ നടത്തുക. അത് മാത്രമല്ല, ഇതൊരു 200 മീറ്ററോളം നീളത്തിൽ വലിയൊരു പ്രദേശത്തേക്ക് മണ്ണ് വന്ന് വീണ് കിടക്കുകയാണ്. 65,000 ടണ്ണോളം മണ്ണ് അവിടെ ഉണ്ട്. അതിലെവിടെയാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ആദ്യം അതിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ വഴി വേണമല്ലോ. അപ്പോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്നലെ തന്നെ അവരോട് ഉപദേശിച്ചു, ഇത് ഒരു സൈഡിലൂടെ റോഡിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തത്തക്ക രീതിയിൽ റോഡ് ക്ലിയർ ചെയ്തെടുക്കൂ, എന്നിട്ട് നിങ്ങൾ മലയുടെ സൈഡിലേക്ക് തിരച്ചിൽ നടത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾക്കൊരു വാഹനത്തിന്റെ കാര്യമാണ് നമ്മളുടെ ശ്രദ്ധയിലുള്ളത്. മറ്റു വാഹനങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയില്ല. അപ്പൊ അതെല്ലാം അവര് ആ ഭാഗമായ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പരിഗണിച്ചിട്ടല്ലേ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്ന ഒരു വാഹനം മാത്രമല്ലല്ലോ അവർ പരിശോധിക്കുക. തീർച്ചയായും വളരെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കാണണം. അവിടുത്തെ ലോക്കൽ നീഡും കാണണമല്ലോ. അവിടുത്തെ ജനങ്ങളും ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഇതിൽപ്പെട്ടിട്ടുണ്ടാകാം. അതൊരു ദാവയുള്ള സ്ഥലമാണ്. എനിക്ക് ആ സ്ഥലം നേരിട്ട് അറിയുന്നതാണ്. ഞാൻ അതുവഴി സഞ്ചരിച്ചതാണ് കഴിഞ്ഞ മാസം. അപ്പൊ അവിടെ ഒരു ദാവയൊക്കെ ഉള്ളത്. അപ്പൊ ഒരുപാട് ആളുകളൊക്കെ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണത്. ഓക്കെ, ശരി സാർ. എന്താണെങ്കിലും വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. സർക്കാർ ചുമതലപ്പെടുത്തിയ ദുരന്ത നിവാരണ സമിതി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ആണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ന്യൂസ് മലയാളവുമായി പങ്കുവച്ചത്. നമുക്കൊപ്പം ഇപ്പോൾ സരീഷ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. സരീഷ്, തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്, മന്ദഗതിയിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ശ്രീ ശേഖർ കുര്യാക്കോസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും പുഴയിലിറങ്ങിയുള്ള തിരച്ചിൽ, അത് ഒരു ഭാഗത്ത് നടത്തിയ തിരച്ചിൽ എന്താണെങ്കിലും അർജുൻ ഓടിച്ച വാഹനം കാണാനില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ഏറ്റവും പുതിയ വിവരം GPS ഉപയോഗിച്ച ഈ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. നിലവിൽ 2 നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ GPS പരിശോധന നടത്തുന്നത്. ഒന്ന്, ഏറ്റവും അവസാനമായി ഈ ലോറിയിൽ നിന്നും അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നും GPS സന്ദേശം ലഭിച്ചത് എവിടെയാണോ അവിടെ തന്നെയാണ് അവസാനമായി അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നുള്ള സിഗ്നലുകളും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് പകരം മെറ്റൽ ഡിറ്റക്ടർ എന്ന രീതിയിലേക്ക് മാറുന്നത്. ഏതെങ്കിലും രീതിയിൽ വാഹനം മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ വാഹനം എവിടെയാണ് എന്ന് കണ്ടെത്താൻ ഈ മെറ്റൽ ഡിറ്റക്ടറിലൂടെ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. അങ്ങനെ എവിടെയാണ് ജീപ്പ് അല്ലെങ്കിൽ എവിടെയാണ് വാഹനം എന്ന് കണ്ടെത്തിയാൽ അവിടെ മാത്രം കുഴിച്ച ഉറപ്പ് ഈ വാഹനം അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കും 2ാം ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി നിൽക്കുന്നത് ഒന്ന്, തുടർച്ചയായി മേഖലയിൽ ഉണ്ടാകുന്ന മഴയും മണ്ണിടിച്ചിലും തന്നെയാണ്. കാരണം ഇന്ന് ഈ മേഖലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 മണിക്കൂർ മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ശക്തമായ മഴയില്ലാത്തത് എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ കാര്യം. പക്ഷേ നേരം ഇരുട്ടും എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇവിടെ ഇരുട്ട് വീണാൽ ഒരു പ്രത്യേക മഴയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ഈ മേഖലയിൽ അതിശക്തമായ മഴയാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഇരുട്ടിയാൽ പിന്നീട് ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുക എന്നുള്ളത് വലിയ ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം എവിടെയാണ് ഈ മണ്ണിനടിയിൽ എവിടെയെങ്കിലും വാഹനമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ദൗത്യം. അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ അർജുനോടൊപ്പം തന്നെ മറ്റൊരു തമിഴ്നാട് സ്വദേശിയുടെ വാഹനം കൂടി ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി ഉയരുന്നുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ തമിഴ്നാട് സ്വദേശിയുടെ വാഹനവും കാണാനില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ 4 വഴി പാതയും മൂടിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഭാഗങ്ങളിലാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ചായക്കടയും ഒപ്പം തന്നെ ലോറികൾ നിർത്തിയിടുന്ന ഒരു ഇടം കൂടിയാണ്, ഒരു ലോറികളുടെ ഇടത്താവളം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട സംശയവും ഇപ്പോൾ നിൽക്കുന്നുണ്ട്. എന്തായാലും GPS പകരം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഈ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ശരി ശരി സരീഷ്, എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും കൈവശമുള്ള വിവരങ്ങൾ വളരെ പരിമിതമാണ്. എത്ര വാഹനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. ഈ പറഞ്ഞതുപോലെ മെറ്റൽ ഡിറ്റക്ടറുകൾ കൊണ്ടുവന്നതിനു ശേഷമുള്ള പരിശോധനയാകും ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഇനി ഏറ്റവും നിർണായകമാവുക. നേവി ഡൈവർമാർക്ക് പുറമെ 100 അംഗ NDRF സംഘമാണ് ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്നത്. എന്താണെങ്കിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ രക്ഷാപ്രവർത്തകർക്ക് ആ പ്രവർത്തനത്തിന് ഒരു ഫലം കാണാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് നിന്ന് PK സരീഷാണ് വിവരങ്ങൾ നൽകിയത്.